Hello students, welcome back to Literary Criticism and Theory, your core paper. In the last class, we discussed the literary movement, classicism, neoclassicism, romanticism, naturalism, etc. Here we comes to the literary concept. The first term was catharsis. Okay, catharsis is a Greek word meaning cleansing or purgation. Have you heard the word catharsis? Do you know the definition of tragedy? You already studied the definition of tragedy by Aristotle. Okay, tragedy എന്തായിരുന്നു ആ ഡെഫിനിഷൻ ഒന്ന് ഓർത്തു നോക്ക് എല്ലാവരും. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ്, complete and of certain magnitude in a language embellished in which each kinds of artistic ornaments, the several kinds being found the separate parts of the play in the form of action, not of narrative, through pity and fear affecting the proper purgation of this emotion. And our last sentence kando, through pity and fear the proper purgation of this emotion. നമുക്ക് ട്രാജഡി കാണുന്ന സമയത്ത് ട്രാജഡി കോമഡി മീൻസ് ടു ബി ലാഫർ, അറ്റ് ദ സെയിം ടൈം ട്രാജഡി ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് മീൻസ് ടു ബി ലാഫർ അല്ലേ. ഇത് ട്രാജഡി കണ്ടു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന രംഗങ്ങൾ, പിറ്റിയും ഫിയറൊക്കെ അറൗസ് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ പിറ്റിയും ഫിയറും അറൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ പ്ലാറ്റോ ഒരിക്കലും ആ ഒരു കോൺസെപ്റ്റ് അംഗീകരിക്കുന്നില്ല. പ്ലാറ്റോ ഒരിക്കലും ആ ഒരു കോൺസെപ്റ്റിനോട് അയാൾ യോജിക്കുന്നേ ഇല്ല. മനസ്സിലായോ? It was used by Aristotle to describe the effect of tragedy in the spectator. ഈ ഒരു ടേം കഥാസിസ് എന്നുള്ള ടേം അരിസ്റ്റോട്ടിൽ ഉപയോഗിച്ചത് ട്രാജഡിയുടെ എഫക്റ്റ് സ്പെക്ടേറ്ററിൽ എങ്ങനെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരിസ്റ്റോട്ടിൽ സെയ്സ് ഇൻ പോയറ്റിക്സ്, അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ് എന്നുള്ള ബുക്കിൽ പറയുന്നുണ്ട്, ട്രാജഡി ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫക്റ്റ് എ പെർഗേഷൻ ഓഫ് സച്ച് ഇമോഷൻസ്. ട്രാജഡിയിൽ പിറ്റി ആൻഡ് ഫിയറും ഒരു പ്രോപ്പർ മനസ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് ക്ലീൻ ആക്കും പിറ്റിയും ഫിയറും അറൈസ് ചെയ്യുന്നതിലൂടെ. വാട്ട് അരിസ്റ്റോട്ടിൽ മീൻഡ് എക്സാക്ട്ലി ബൈ ദിസ് ടേർക്ക് റിമാൻഡ്സ് ആർ ബീൻ എ മാറ്റർ ഓഫ് കോൺട്രവേഴ്സി ഇൻ ലിറ്ററേച്ചർ സിൻസ് ദെൻ. അത് മുതൽ തന്നെ അത് ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സി ആയി മാറിയ ഒരു കഥാർസിസ് പറഞ്ഞ ടേം. ദ ജനറലി ആക്സെപ്റ്റഡ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ദാറ്റ് ത്രൂ എക്സ്പീരിയൻസ് ഇൻ ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ഇൻ എ സിമുലേറ്റഡ് സിറ്റുവേഷൻ ദ സ്പെക്ടേറ്റേഴ്സ് ഓൺ സിമിലർ ഇമോഷൻസ് ദാറ്റ് ഈസ് പിറ്റി ആൻഡ് ഫിയർ ആർ ഡയറക്റ്റഡ് ഔട്ട്വാർഡ്. നമുക്ക് അതിൻ്റെ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നോക്ക്, ശരിക്കും ഈ ഒരു പിറ്റിയും ഫിയറും ഉണ്ടാവുക ഏതിലാണ്? ട്രാജഡിയിലാണ് ഉണ്ടാവുക. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് ട്രാജഡി അറൗസ്ഡ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. ശരിക്കും ശ്രദ്ധിക്കണേ, ട്രാജഡി അറൗസ്ഡ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. എപ്പോഴാണ് ഇത് ഉണ്ടാവുക? അറ്റ് ദ അൺഡിസയറബിൾ സഫറിങ്സ് ഓഫ് ദി ഹീറോ. അർഹിക്കാത്ത വിഷമങ്ങൾ ഹീറോക്ക് ഉണ്ടാവുമ്പോൾ നമ്മളൊരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫിലിം കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഹീറോക്ക് അർഹിക്കാത്ത വിഷമങ്ങൾ സംഭവിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്താ തോന്നുക? അയ്യോ പാവം എന്നുള്ളൊരു കരുണ നമ്മളെ മനസ്സിൽ തോന്നും. ഇപ്പോഴാണ് പിറ്റി തോന്നുക. ഓക്കെ, ദെൻ ഫിയർ എപ്പോഴാണ് തോന്നുക? ദ വേഴ്സ്റ്റ് ദാറ്റ് മേ ബിഫാൾ ഹിം. എന്തെങ്കിലും ചീത്തയാ കാര്യങ്ങൾ അയാൾ അധപതിക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ്, നമുക്കിഷ്ടപ്പെട്ട നായകന്മാർ അല്ലെങ്കിൽ ഹീറോസ് ചതിക്കുഴി, ഒരു കഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഓഡിയൻസിനറിയാം വലിയൊരു ചതിക്കുഴി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഇയാൾക്കറിയില്ല. അങ്ങനെ അറിയാതെ അയാൾ ആ ചതിയിൽ ചാടുന്നു, അങ്ങനെ അയാൾ അധപതിക്കുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. ഇപ്പോഴൊക്കെയാണ് നമുക്ക് ഫിയർ തോന്നുക. ഇങ്ങനെ ഈ ട്രാജഡിയിലാണ് ഇതൊക്കെ ഉണ്ടാകുക. നല്ലൊരു കോംപ്ലക്സ് പ്ലോട്ടാണെങ്കിൽ പിറ്റിയും ഫിയറും ഉണ്ടാവും. അറ്റ് ദ അൺഡിസയറബിൾ സഫറിങ്സ് ഓഫ് ദ ഹീറോ ഉണ്ടാകുമ്പോഴാണ് പിറ്റി ഉണ്ടാവുക. ഫിയർ വേഴ്സ് മേ ബിഫാൾ ഹിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പിറ്റിയും ഫിയറും അറൗസ് ചെയ്യുന്നതിലൂടെ മനസ്സിൽ നമ്മൾ കാണികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പിറ്റിയും ഫിയറും അറൗസ് ചെയ്യുന്നത് കാണികളിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്ലാറ്റോ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാംഫുൾ ടു ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് മൈൻഡ്. പ്ലാറ്റോ കൺസിഡേഴ്സ് അറൗസിങ് പിറ്റി ആൻഡ് ഫിയർ ഈസ് ഹാംഫുൾ ടു ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് മൈൻഡ്. ഇത് ഭയങ്കരം എന്താണ്? ഹാംഫുള്ളാണ്, അത് നല്ലതല്ല നമ്മുടെ മൈൻഡിൻ്റെ നല്ല ഗ്രോത്തിന് എന്നാണ് പ്ലാറ്റോ പറയുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ ഹാസ് നോ സച്ച് ഫിയർ. അരിസ്റ്റോട്ടിൽ അങ്ങനത്തെ ഫിയർ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദ ഇമോഷൻസ് ആർ അറൗസ്ഡ് വിത്ത് എ വ്യൂ വിത്ത് ദെയർ പെർഗേഷൻ ഓർ കഥാർസിസ്.
എവരിബഡി ആസ് ദ ഒക്കേഷൻ ഓഫ് ഫിയർ ആൻഡ് പിറ്റി ഇൻ ലൈഫ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ജീവിതത്തിൽ, റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പേടി ഉണ്ടാവണേയും പാവം തോന്നുന്നൊക്കെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ കുന്നുകൂടി കഴിഞ്ഞാൽ ഇഫ് ദേ ഗോ ഓൺ അക്കുമുലേറ്റിംഗ് ദേ ബിക്കെയിം ഹാംഫുൾ ടു ദ സോൾ. ഇതിങ്ങനെ കുറേ കുന്നുകൂടി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ സോളിന് അത് ഭയങ്കര ഭയാനകമായിരിക്കും. പക്ഷേ ബട്ട് ഇൻ ട്രാജഡി ദ സഫറിങ്സ് വി വിറ്റ്നസ് ഹിയർ ഈസ് നോട്ട് അവർ ഓൺ. ട്രാജഡിയിൽ നമ്മൾ കാണുന്ന ഈ ഒരു രംഗങ്ങളൊന്നും നമ്മുടേതല്ല. പക്ഷേ ഇത് കാണുന്നതിലൂടെ നമ്മൾ കുറേ കരയും. ഇപ്പോൾ നമ്മൾ ആകാശദൂത് കാണുന്ന സമയത്ത് ആ സ്ത്രീയുടെ വിഷമങ്ങൾ ആലോചിച്ച് നമ്മൾ കുറേ അങ്ങോട്ട് കരയും. അങ്ങനെ നമ്മളെ മനസ്സങ്ങോട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മളെ ലൈഫിൽ വന്നാൽ നമ്മളത് തരണം ചെയ്യാൻ പഠിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് നോട്ട് ഹാംഫുൾ അല്ലേ. അറൗസിങ് പിറ്റി ആൻഡ് ഫിയർ ഈസ് നോട്ട് ഹാംഫുൾ ഫോർ ഹ്യൂമൻ മൈൻഡ് ബൈ അരിസ്റ്റോട്ടിൽ, ബട്ട് ഇറ്റ് ഈസ് എ ഹെൽത്തി എക്സർസൈസ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പക്ഷേ പ്ലാറ്റോ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഹാംഫുൾ, ഇറ്റ് അഫക്റ്റ് ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് മൈൻഡ്. പിന്നെ കോമഡി ആണെങ്കിലും അതുപോലെ തന്നെയാണ് പ്ലാറ്റോ പറയുന്നത്. കോമഡിയിൽ നമ്മളെന്താണ്, കോമഡി മീൻസ് ടു ബി ലാഫർ, ചിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യമില്ലാതെ ചിരിക്കണത് ഇറ്റ് വിൽ അഫക്റ്റ് ദ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ സീരിയസ്നെസ് ഓഫ് അവർ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പ്ലാറ്റോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല, ഇതൊക്കെ പ്ലാറ്റോയിൽ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അരിസ്റ്റോട്ടിൽ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് തന്നെ വരാം. The generally accepted interpretation is that through experiencing the emotions of pity in a simulated situation, the spectators on similar emotions, that is pity and fear, are directed outward. നമ്മളിതുവരെ പറഞ്ഞത് തന്നെയാണ്. നമ്മളിങ്ങനെ പിറ്റിയും ഫിയറുള്ള ക്യാരക്ടറുകൾ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പിറ്റിയും ഫിയറും ഔട്ട്വാർഡ് പുറത്തേക്കൊഴുകും. ദസ് ഈസ് ഇമോഷൻസ് അണ്ടർഗോ ദ പ്രോസസ് ഓഫ് പർഗേഷൻ. അങ്ങനെ അതൊരു പ്യൂരിഫിക്കേഷന് വിധേയമാകും. ആ ഒരു പ്രോസസ്സിനെയാണ് കഥാസിസ് എന്ന് പറയുന്നത്. ദസ് ത്രൂ a sympathetic identification with the tragic protagonist, his insight and outlook are enlarged. ഈ ഒരു സിമ്പതറ്റിക് ട്രാജിക് പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ഈ സിമ്പതറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ അത് ഒരു ഇൻസൈറ്റ് നൽകും, അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യും. ട്രാജഡി ദെൻ ഹാസ് എ ഹെൽപ്ഫുൾ ആൻഡ് ഹ്യൂമനൈസിങ് എഫക്റ്റ് ഓൺ ദ സ്പെക്ടേറ്റർ ഓർ ദ റീഡർ. കാണികൾക്കായാലും ഓഡിയൻസിനായാലും ട്രാജഡി ഒരിക്കലും എന്തല്ല, ഹാംഫുൾ അല്ല. ഇറ്റ് ഈസ് എ ഹെൽപ്ഫുൾ ആൻഡ് ഹ്യൂമനൈസിങ് എഫക്റ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പ്ലാറ്റോ അതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. പക്ഷേ അരിസ്റ്റോട്ടിൽ എന്താണ് പറയുന്നത്, പ്ലാറ്റോ കൺസിഡേഴ്സ് ദം ആസ് ഹാംഫുൾ ആൻഡ് അൺഹെൽത്തി ഗ്രോത്ത് ഓഫ് മൈൻഡ്. ഇങ്ങനെയാണ് പ്ലാറ്റോ പറയുന്നത് കേട്ടോ. പക്ഷേ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഹെൽത്തി എക്സർസൈസ്. ഓക്കെ, Aristotle perhaps wanted to refute the charges of Plato against poets that they are simulators of the unhealthy passion in ഹ്യൂമൻ മൈൻഡ്. ഒരിക്കലും നമ്മുടെ ഇയാൾ അംഗീകരിക്കണില്ല അരിസ്റ്റോട്ടലിന്, പിന്നെ പ്ലാറ്റോൻ്റെ ചാർജസിലൊന്നും അവർ തമ്മിൽ യോജിക്കുന്നില്ല. അവർ പല കാര്യത്തിലും നിങ്ങൾക്ക് തന്നെ അറിയാം ഐഡിയാസ് ആർ ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറഞ്ഞതിനോടൊന്നും ആരും യോജിക്കണില്ല. നമ്മുടെ പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ യോജിക്കുന്നില്ല അല്ലേ. അൺഹെൽത്തി പാഷൻ ഇൻ ദ ഹ്യൂമൻ മൈൻഡ്, ഈ ഒരു അൺഹെൽത്തി പാഷൻ ഉണ്ടാക്കും ഹ്യൂമൻ മൈൻഡിൽ എന്നുള്ള പ്ലാറ്റോൻ്റെ ഐഡിയാസിനെ അരിസ്റ്റോട്ടിൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. വാണ്ടഡ് ടു റെഫ്യൂട്ട് ദ ചാർജ് ഓഫ് പ്ലാറ്റോ അഗെയിൻസ്റ്റ് പോയറ്റ്സിനെതിരായിട്ടുള്ള പ്ലാറ്റോൻ്റെ ചാർജസിനെ അരിസ്റ്റോട്ടിൽ റെഫ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദേ ആർ ദ സിമുലേറ്റേഴ്സ് ഓഫ് അൺഹെൽത്തി പാഷൻസ്. ഇതൊക്കെ അൺഹെൽത്തിയാണ് ഉണ്ടാക്കുന്നത് മൈൻഡിന് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിനെ ഒരിക്കലും അരിസ്റ്റോട്ടിൽ നെവർ ആക്സെപ്റ്റ്. ഓക്കെ, ഹി ആർഗ്യൂസ് ദാറ്റ് ദ ട്രാജിക് ഈവൻറ്റ്സ് ഡു നോട്ട് ഡെസ്പെയർ. അദ്ദേഹം ആർഗ്യൂ ചെയ്യാണ് ട്രാജിക് ഈവൻറ്റ്സ് ഒരിക്കലും നിരാശ നൽകുന്നില്ല, ഡിസ്ട്രെസ് നൽകുന്നില്ല, ഫ്രൈറ്റൻ ചെയ്യുന്നില്ല ഓഡിയൻസിനെ. ഇൻ ഫാക്ട് എ ഗുഡ് ട്രാജഡി ലീവ്സ് ദം ഇൻ ആൻ എക്സാൾട്ടഡ് മൂഡ്. എന്നിട്ട് അരിസ്റ്റോട്ടിൽ പറയാണ് ഒരിക്കലും മൈൻഡിനോ മനസ്സിനോ അൺഹെൽത്തി ആയിട്ടുള്ളൊരു എക്സർസൈസ് അല്ല ട്രാജഡി. ഒരിക്കലും ഇതൊരു ഡെസ്പയർ അല്ല, ഡിസ്ട്രെസ് അല്ല, ഫ്രൈറ്റൻ ചെയ്യുന്നില്ല. പക്ഷേ എന്താണിത് ചെയ്യുന്നത്, ഗുഡ് ട്രാജഡി, നല്ലൊരു ട്രാജഡി ആണെങ്കിൽ അത് ലീവ്സ് ദം ഇൻ ആൻ എക്സാൾട്ടഡ് മൂഡ്, ഒരു എക്സ്റ്റസിക് മൂഡ്, നിർവൃതിയിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്, ഓഡിയൻസിനെ കൊണ്ടുപോകുന്നത്. ഹി മീൻസ് ദാറ്റ് ട്രാജഡി അറൗസസ് പവർഫുൾ ഫീലിങ്സ് ഇൻ ദ സ്പെക്ടേറ്റർ ആൻഡ് ദസ് പ്രൊവൈഡ് എ തെറാപ്യൂട്ടിക് എഫക്റ്റ് ടു. ഇദ്ദേഹം ഈ ഒരു എക്സാൾട്ടഡ്
എക്സാൾട്ടഡ് മൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നോക്കൂ, പവർഫുൾ ഫീലിംഗ്. ട്രാജഡി ഒരു പവർഫുൾ ഫീലിംഗ് നൽകും സ്പെക്ടേറ്റർ എന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ കാണികൾക്ക്. എന്നിട്ട് അതൊരു തെറാപ്യൂട്ടിക് എഫക്റ്റും കൂടി നമുക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ തരണം ചെയ്യാനുള്ള കഴിവ് ഇതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കും. ഇത് തെറാപ്യൂട്ടിക് എഫക്റ്റാണ് ഓഡിയൻസിന് നൽകുന്നത് എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പഠിക്കാനുള്ളത് എന്താ നമുക്ക് ട്രാജഡി ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫക്റ്റ് എ പെർഗേഷൻ ഓഫ് സച്ച് ഇമോഷൻസ്. അരിസ്റ്റോട്ടിലാണ് ഈ ടേം ഉപയോഗിച്ചത്. പിന്നെ ജനറലി ആക്സെപ്റ്റഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിങ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ഇൻ എ സിമുലേറ്റഡ് സിറ്റുവേഷൻ. ദ സ്പെക്ടേറ്റേഴ്സ് ഓൺ സിമിലർ ഇമോഷൻ ആർ ഡയറക്റ്റഡ് ഔട്ട്വാർഡ് ആൻഡ് ദിസ് ഇമോഷൻസ് അണ്ടർഗോ ദ പ്രോസസ് ഓഫ് പെർഗേഷൻ. ദിസ് ഈസ് കാൾഡ് കഥാർസിസ്. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഒരിക്കലും ഈ ഒരു ആർഗ്യുമെൻറ്റ് രണ്ടുപേരുടെ ആർഗ്യുമെൻ്റാണ് പിന്നെ ഇവിടെ പഠിക്കാനുള്ളത്. പ്ലാറ്റോ എന്താണ് പറയുന്നത്? ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ഈസ് ഹാംഫുൾ ആൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് ദ ഹെൽത്തി ഗ്രോത്ത് ഓഫ് മൈൻഡ്. അറ്റ് ദ സെയിം ടൈം അരിസ്റ്റോട്ടിൽ ഹാസ് നോ സച്ച് ഫിയർ, ഇറ്റ് ഓൾവേസ് ദ ഹെൽത്തി എക്സർസൈസ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും ഇതെന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രെസ്സോ നിരാശയോ ഡെസ്പെയറോ ഒന്നും നൽകുന്നില്ല. എ ഗുഡ് ട്രാജഡി ലീവ്സ് ദ ഓഡിയൻസ് ഇൻ ആൻ എക്സാൾട്ടഡ് മൂഡ്, ഇൻ ആൻ എക്സ്റ്റസിക് മൂഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് tragedy arouses the powerful feelings in the reader or spectator. It also provides a therapeutic effect too. Okay, next we have mimesis. Mimesis means imitation. This is the term by Aristotle. Mimesis in Greek means imitation, but the word is not used to imply mere copy. പക്ഷേ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ കാണുന്നത് അങ്ങോട്ട് അതേപടി കോപ്പി ചെയ്യുന്നതിനല്ല ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ സ്പോക്ക് ഓഫ് മിമസിസ് ആസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ. പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും മിമസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, അക്കോർഡിംഗ് ടു പ്ലാറ്റോ, who first used the word from a critical perspective, all artistic creation is a form of imitation. പ്ലാറ്റോൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹമാണ് ഫസ്റ്റ് ഈ ഒരു വേർഡ് ഉപയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? ഫോം ഓഫ് ഇമിറ്റേഷൻ. ഓൾ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഈസ് എ ഫോം ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. എല്ലാ ആർട്ടിസ്റ്റിക് ക്രിയേഷനും ഒരു ഇമിറ്റേഷൻ്റെ ഫോമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ദ ഒറിജിനൽ ടൈപ്പ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് ഐഡിയാസ്. പക്ഷേ വേറൊരു കാര്യമുണ്ട് പ്ലാറ്റോ പറഞ്ഞ്, ഒറിജിനലായിട്ടുള്ള ടൈപ്പ് എവിടെയാണുള്ളത്? വേൾഡ് ഓഫ് ഐഡിയാസ്. ഐഡിയാസ് ആണ് ഒറിജിനൽ. ഒരു വസ്തു ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഐഡിയ ആണ് ഉണ്ടാവുക. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആശേരി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആൾ ആ ഒരു ഐഡിയ ആണ് മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയ ആണ് ഒറിജിനൽ. ഐഡിയനെ 2 പ്രാവശ്യം മായ്ച്ചിട്ടാണ് ഒറിജിനലായിട്ടുള്ള ടേബിൾ ഉണ്ടാവുന്നത്. ഒറിജിനൽ ടേബിൾ മിയർ കോപ്പി ഓഫ് കോപ്പി, ഇമിറ്റേഷൻ ഓഫ് ഇമിറ്റേഷൻ. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ടേബിളോ ചെയറോ മൊബൈൽ ഫോണോ എല്ലാം എന്താണ്? ഒരു കോപ്പി ഓഫ് കോപ്പിയാണ്. അതിൻ്റെ ഒറിജിനൽ അത് ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ് എന്നാണ് ഇവിടെ പ്ലാറ്റോ പറയുന്നത്. Okay, the concrete things we see around us mere representation of the world of ideas. എന്താ പറഞ്ഞത് നോക്കൂ, എല്ലാ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസും ഇമിറ്റേഷൻ്റെ ഫോമാണ്. ഒറിജിനൽ ടൈപ്പ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് ഐഡിയാസ്. ദ കോൺക്രീറ്റ് തിങ്സ് വി സീ അറൗണ്ട് അസ് ആർ മിയർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഐഡിയൽ ടൈപ്പ്. ഒരിക്കലും ഐഡിയക്ക് കോൺക്രീറ്റ് ആവാൻ കഴിയുമോ? ഇല്ല, അബ്സ്ട്രാക്റ്റാണ്. നമുക്ക് കാണാനോ തൊടാനോ ടച്ച് ചെയ്യാനോ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒറിജിനലായിട്ട് നമ്മൾ കാണുന്ന ടേബിൾ അത് കോൺക്രീറ്റ് ആണ് അല്ലേ? അത് മൂർത്തമാണ്, അത് കാണാൻ സാധിക്കും. ഇത് എന്ത് മാത്രമാണ്? ഐഡിയയുടെ ഒരു വെറും റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അല്ലേ? കോൺക്രീറ്റ് തിങ്സ് വി സീ അറൗണ്ട് അസ് ആർ മിയർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ഐഡിയൽ ടൈപ്പ്. ഐഡിയലിൻ്റെ വെറും റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഈ കോൺക്രീറ്റ് തിങ്സ്. നമുക്ക് കാണാനും തൊടാനും സാധിക്കുന്ന പേനയോ ചെയറോ പെൻസിലോ എല്ലാം എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡിയൽ ടൈപ്പ്. ഐഡിയാസ് ആർ ദി ഒറിജിനൽ പാറ്റേൺ. ഐഡിയാസ് ആർ ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. റിയാലിറ്റി എന്താണ്? ടേബിളാണ് റിയാലിറ്റി എങ്കിൽ അതിന് 2 പ്രാവശ്യം മായ്ക്കുന്നതാണ്. ഐഡിയനെ 2 പ്രാവശ്യം മായ്ച്ചിട്ടാണ് ടേബിൾ ഉണ്ടായത് അല്ലേ? The idea of chair in the mind of this carpenter is the real one.
കാർപ്പൻ്റർ ചെയർ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ചെയർ എന്നുള്ള ഒരു ഐഡിയ ആണ് റിയൽ വൺ, വൈൽ ചെയർ മെയ്ഡ് ബൈ ഹിം ഈസ് ഓൺലി എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് ഒറിജിനൽ ഐഡിയ. അയാൾ ആശേരിപ്പണി എടുത്ത് ഉണ്ടാക്കിയ ഒരു ചെയർ എന്താണ്? ഒറിജിനൽ ഐഡിയയുടെ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ റെപ്രസെൻറ്റിംഗ് ദ ചെയർ ഇൻ എ പെയിൻറ്റിങ് ഈസ് എ ഫർദർ റിമൂവൽ ഫ്രം റിയാലിറ്റി. ഒരു ചെയറിനെ പെയിൻറ്റിങ്ങിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു റിമൂവൽ ആണ്, റിയാലിറ്റിയിൽ നിന്നും ഫർദർ റിമൂവൽ ഫ്രം റിയാലിറ്റി. ഇത് റിയാലിറ്റിയിൽ നിന്നും അകലെയാണ് പറഞ്ഞാൽ അത് റിയാലിറ്റിനെ മായ്ച്ചിട്ടാണ് അത് ഉണ്ടാക്കണതെന്ന്. രണ്ടാമത്തെ ഐഡിയ. Therefore, a painter, the tragedian, the musician, imitators of an imitation, thus rendering their creation as choice removed from reality. അവരുടെ ക്രിയേറ്റീവ് വർക്ക് നടക്കുന്നത് 2 പ്രാവശ്യം ഐഡിയനെ മായ്ച്ചതിന് ശേഷം മാത്രമാണ്, റിയാലിറ്റിനെ മായ്ച്ചതിന് ശേഷം മാത്രമാണ് അവരുണ്ടാക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് തിങ് ഉണ്ടാവുന്നത്, ക്രിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ, അവരുടെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഇപ്പം മ്യൂസിഷ്യൻ ആണെങ്കിൽ മ്യൂസിക് ഉണ്ടാക്കും, ട്രാജഡിയൻ ആണെങ്കിൽ ട്രാജഡി ഉണ്ടാക്കും. ട്രാജഡി ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ ആണ് ഒറിജിനൽ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സാധനം ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി ആണ്. ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഈ ഒരു പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയാസ് ആർ ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. Therefore, the painter, tragedian, musician ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, while not refuting the ideal world of Plato had the different version of imitation. According to him, imitation ഈസ് എ ക്രിയേറ്റീവ് പ്രോസസ്സ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇമിറ്റേഷൻ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആണ്. ഹീ സോ പോയട്രി ആസ് ദ ഇമിറ്റേഷൻ ഓഫ് ഹ്യൂമൻ ആക്ഷൻ. അദ്ദേഹം പറഞ്ഞു പോയട്രി എന്നുള്ളത് ഹ്യൂമൻ ആക്ഷൻ്റെ ഇമിറ്റേഷനാണ്. ദ പോയറ്റ് ഈസ് നോട്ട് ആൻ ഇമിറ്റേറ്റർ. പോയറ്റ് ഒരിക്കലും ഒരു ഇമിറ്റേറ്റർ അല്ല, ബട്ട് എ ക്രിയേറ്റർ, ബിക്കോസ് ഹീ ഓർ ഷീ ഈസ് റെപ്രസെൻറ്റിങ് എനിത്തിങ് എക്സ്റ്റേണൽ ബട്ട് ആൻ ഇന്നർ റിയാലിറ്റി. ഇവരൊരിക്കലും പോയറ്റ് ഒരിക്കലും എക്സ്റ്റേണലായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, ഇന്നർ റിയാലിറ്റി മാത്രമാണ് അവർ തുറന്ന് കാണിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദിസ് ഇമാജിനേറ്റീവ് റെപ്രസെൻറ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ മിയർ റെപ്രസെൻറ്റേഷൻ. ഈ ഒരു ക്രിയേറ്റീവ് റെപ്രസെൻറ്റേഷനും വെറും അങ്ങോട്ട് കോപ്പി ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഷ്യൻ്റ് തിയററ്റീഷ്യൻസ് ആസ് വെൽ ആസ് ക്ലാസിസ്റ്റ് ക്രിറ്റിക്സ് ആൻഡ് 18th century neoclassists advocated imitation of the work of masters as they are perfect models in the concerned genre. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ആൻഷ്യൻ്റ് തിയറിസ്റ്റിക്കുകളും ക്ലാസിസ്റ്റ് ക്രിറ്റിക്കുകളും 18th 19th century നിയോ ക്ലാസിസ്റ്റുകളൊക്കെ അഡ്വക്കേറ്റ് ചെയ്തു ഇമിറ്റേഷൻ വർക്കിൽ. ആരുടെ വർക്കിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? മാസ്റ്റേഴ്സിൻ്റെ വർക്കിനെ മോഡലായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തലമുറയിലും. ഇതാണ് ഇവർ അഡ്വക്കേറ്റ് ചെയ്തത്. ഡ്യൂറിങ് ദ റൊമാൻറ്റിക് ഇറ മിമസിസ് ഓർ ദ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ വാസ് ഹെൽഡ് ആൻ ഇൻഫീരിയർ പ്രാക്ടീസ്. പക്ഷേ റൊമാൻറ്റിക് ഇറയിൽ മിമസിസ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ ഹെൽഡ് ആൻ ഇൻഫീരിയർ, അതിന് അതിനൊരു രണ്ടാം കിട, ഒരു ഇൻഫീരിയർ പ്രാക്ടീസേ കിട്ടാൻ സാധിച്ചിട്ടുള്ളൂ ആ ഒരു ഇമിറ്റേഷന്. അപ്പോൾ 2 കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? കഥാർസിസ്, മിമസിസ്. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, TS എലിയട്ടിൽ പഠിച്ചതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ ആ ഒരു സംഗതി വിശദീകരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. നിങ്ങൾ TS എലിയട്ട് മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഓക്കെ, the term first used by American painter Washington Allston in 19th century was reviewed famously by Eliot in his famous essay Hamlet and His Problems. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടെ എടുത്ത് പറയാൻ കാരണം ഈ ഒരു എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞ ടേം ഫസ്റ്റ് ഉപയോഗിച്ചത് വാഷിംഗ് ആൾസ്റ്റൺ ആണ്. ആരാണ് ഈ ഒരു ബുക്ക് രണ്ടാമത് പിന്നെ ഒരു TS എലിയട്ട് ഏത് ബുക്കിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ TS എലിയട്ടിൻ്റെ എസ്സേയിലാണ് വീണ്ടും ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1919. ഓക്കെ, അപ്പോൾ ടേം ഫസ്റ്റ് യൂസ്ഡ് ബൈ അമേരിക്കൻ പെയിൻറ്റർ വാഷിംഗ് ആൾസ്റ്റൺ 19th century. ഇറ്റ് വാസ് ലേറ്റർ റിവൈസ്ഡ് ബൈ TS എലിയട്ട് ഇൻ ഹിസ് ഫേമസ് എസ്സേ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് ടു ഡെസിഗ്നേറ്റ് എ കോൺസെപ്റ്റ് വിച്ച് ലേറ്റർ ബിക്കേം എ മേജർ കൺസേൺ ഓഫ് ദി 20th century. പിന്നീട് 20th century വലിയൊരു ഇടം പിടിച്ച ടേമായി മാറി എന്നാണ് പറയുന്നത്.
ക്രിറ്റിസിസത്തിൽ. അക്കോർഡിംഗ് ടു എലിയട്ട്, സിൻസ് ദ പോയറ്റ് കനോട്ട് ട്രാൻസ്ഫർ ഹിസ് ഇമോഷൻസ് ഓർ ഐഡിയാസ് ഡയറക്റ്റ്ലി ടു ദ റീഡേഴ്സ്. പോയറ്റുകൾ എന്താണ് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യല്ല ഇമോഷൻസും ഐഡിയാസും ഒന്നും എന്നാണ് പറഞ്ഞത് കേട്ടോ ഫസ്റ്റ് പോയിന്റ്. According to Eliot, since the poet cannot transfer his emotions or ideas directly to the readers, ഒരിക്കലും ഡയറക്റ്റായിട്ടല്ല ഇമോഷൻസും ഐഡിയാസൊന്നും റീഡേഴ്സിലേക്ക് പോകുന്നത്. ദർ ഷുഡ് ബി എ മീഡിയേഷൻ ടു ഇവോക്ക് ദ സെയിം. അവിടെ ഒരു മീഡിയേഷൻ ഉണ്ട്. അത് റീഡേഴ്സിന് അല്ലെങ്കിൽ വായനക്കാരന് അല്ലെങ്കിൽ സ്പെക്ടേറ്ററിന് അത് ആസ്വദിക്കണമെങ്കിൽ അതിനൊരു മീഡിയേഷൻ ഉണ്ട്. ഇൻ ഹിസ് ഓൺ വേർഡ്സ്, ദ ഓൺലി വേ ഓഫ് എക്സ്പ്രസിങ് ഇമോഷൻ ഇൻ ദ ഫോം ഓഫ് ആൻ ആർട്ട് ഈസ് ബൈ ഫൈൻഡിങ് ആൻ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അവിടെ ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, ഒരു ഒബ്ജക്റ്റും ബാക്കി തിങ്സും തമ്മിലൊരു കോറിലേഷൻ വരുത്തിയിട്ടാണ് റീഡേഴ്സിലേക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് ഈ ഒരു സംഭവം അല്ലേ, ഇമോഷൻസ് ഐഡിയാസിൻ്റെ ഇമോഷൻസ് റീഡേഴ്സിലേക്ക് എത്തിക്കാനുള്ളൊരു നാക്ക്, ആ ഒരു എന്താ പറയുക, അതിനുപയോഗിക്കുന്ന ഒരു മോഡാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഇൻ അതർ വേർഡ്സ്, വേറെ രീതി പറയുകയാണെങ്കിൽ, a set of objects, situation, a chain of events which shall be the formula of that particular emotion. Set of words, set of objects, situation, chain of events, ഇതെല്ലാം ഈ ഒരു രീതിയിൽ ചെയിനാക്കി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതൊരു പർട്ടിക്കുലർ ഇമോഷൻ്റെ ഫോർമുലയാക്കി മാറ്റുക. ഇതാണ് ഈ ഒരു സെയിം ഇമോഷൻ ഓൾസോ ഇവോക്ക് ദ റീഡേഴ്സ്. ഈ റീഡറിനുണ്ടാവുന്ന അല്ലെങ്കിൽ എഴുത്തുകാരനുണ്ടാകുന്ന ഈ സെയിം ഇമോഷൻ റീഡറിലും വരുത്തുന്നതിനെയാണ് എന്ത് പറയാം, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയാം. ചെയിൻ ഓഫ് ഈവൻറ്റ്സ് വിച്ച് ഷാൾ ബി ദ ഫോർമുല ഓഫ് പർട്ടിക്കുലർ ഇമോഷൻ സച്ച് ദാറ്റ് വെൻ ദ എക്സ്റ്റേണൽ ഫാക്ട് വിച്ച് മസ്റ്റ് ടെർമിനേറ്റ് ഇൻ സെൻസറി എക്സ്പീരിയൻസ് ആർ ഗിവൺ ദ ഇമോഷൻസ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഇവോക്ഡ്. ഇൻ ഷോർട്ട്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഈസ് എ സിറ്റുവേഷൻ ഓർ ഈവൻറ്റ് ഡിസൈൻഡ് ബൈ ദ പോയറ്റ് വിച്ച് സിംബലൈസസ് ഓർ ഒബ്ജക്റ്റിഫൈസ് എ പെർട്ടിക്കുലർ ഇമോഷൻ ടു ഇവോക്ക് ദ സെയിം ഇമോഷൻ ഇൻ ദ റീഡർ. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഒരു ഈവൻ്റ് ആണ്, ഡിസൈൻ ബൈ ദ പോയറ്റ് ഡിസൈൻ ചെയ്യുന്ന. എങ്ങനെ ഡിസൈൻ ചെയ്യുക? സെറ്റ് ഓഫ് വേർഡ്സ്, ഒബ്ജക്റ്റ്, സിറ്റുവേഷന്, ചെയിൻ ഓഫ് ഈവൻറ്റ്സ്, ഇതെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഇമോഷൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടാക്കിയ ഒരു ഫോർമുല. ദ സെയിം ഇമോഷൻ ഓൾസോ ഇവോക്ക് ഇൻ ദ റീഡർ ഓൾസോ. ഇതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയാം. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ക്യാൻ ബി കാൾഡ് ആസ് ദ മീഡിയം ത്രൂ റെസ്പോൺസ് ടു ദ ഒബ്ജക്റ്റ് ഓർ ദ മീഡിയം ആൻഡ് ത്രൂ ദാറ്റ് ടു ദ പോം. എ ഫേമസ് ആ ഒരു പോയം റീഡറിലെത്താനുള്ളൊരു മീഡിയമാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. എ ഫേമസ് എക്സംപ്ലിഫിക്കേഷൻ പ്രസൻറ്റഡ് ബൈ എലിയട്ട് ഈസ് ഫ്രം മാക്ബത്ത്. ഇൻ എ സ്ലീപ്പ് വാക്കിംഗ് സീൻ, ഷേക്സ്പിയർ യൂസസ് ദ ആക്ട് ഓഫ് അൺകോൺഷ്യസ് റികളക്ഷൻ ഓഫ് ദി ഹൊറിഫിക് ക്രൈം ബൈ ലേഡി മാക്ബത്ത് ആസ് എ കോറിലേറ്റീവ് ടു കൺവേ ദ മെൻ്റൽ അഗണി ടു ദ സ്പെക്ടേറ്റേഴ്സ് ഒബ്ജക്റ്റീവ്ലി. നമുക്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്നുള്ള പ്ലേയിൽ ലേഡി മാക്ബത്തിൻ്റെ സ്ലീപ്പ് വാക്കിംഗ് സീനുണ്ട്. കാരണം കിങ് ഡങ്കനെ കൊന്നതിന് ശേഷം കിങ് ഡങ്കനെ ലേഡി മാക്ബത്തിൻ്റെ ഇൻസ്പിറേഷനോട് കൂടിയിട്ടാണ് നമ്മുടെ മാക്ബത്ത് കൊല്ലാൻ പോണത്. പക്ഷേ മാക്ബത്തിന് കൊല്ലാൻ പോണ സമയത്ത് ഡങ്കൻ്റെ അടുത്തേക്ക് കത്തി കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിന് അത് തോന്നിയില്ലായിരുന്നു കൊല്ലാൻ. പക്ഷേ ലേഡി മാക്ബത്താണ് അതിന് ഇൻസ്പയർ ചെയ്തത്. അങ്ങനെ ആ ഇൻസ്പിറേഷൻ കഴിഞ്ഞ് ഡങ്ക മരിച്ചു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് നാട്ടിൽ രാജ്യത്ത് പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ഇവൾക്കൊരു ഭ്രാന്ത് പോലെ ആയിട്ട് ഉറക്കത്തിലൊക്കെ എണീറ്റ് നടക്കുകയാണ്. സോമനാബുലിസം പിടിപെടാണ് ലേഡി മാക്ബത്തിന്. ഈ ഒരു സീന് അൺകോൺഷ്യസ് റികളക്ഷൻ ഓഫ് ദ ഹൊറിഫിക് ക്രൈം ബൈ ലേഡി മാക്ബത്ത്. ഇതാണ് അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ റികളക്റ്റ് അറിയാതെ ഇങ്ങനെ ഓർമ്മ വരികയാണ് ചെയ്ത ക്രൈമിനെ കുറിച്ചിട്ട്. ഇതൊരു കോറിലേറ്റീവാണ്. ഈ ഒരു മെൻ്റൽ അഗണി റീഡേഴ്സിനും കൂടി വായനക്കാരനും കൂടി ആ ഒരു കാഴ്ച നമ്മളിങ്ങനെ സ്റ്റേജിൽ അതിങ്ങനെ കാണുകയാണ്. ലേഡി മാക്ബത്തിൻ്റെ നൈറ്റ് വാക്കിംഗ് സീനൊക്കെ കാണുന്ന സമയത്ത് വായനക്കാരൻ അല്ലെങ്കിൽ ഓഡിയൻസിന് നമ്മൾ പ്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കും ഇതേ
എഫക്റ്റ്, ഇതേ മെൻ്റലായി പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇതുണ്ടാക്കണ ഈ ഒരു മെൻ്റൽ പ്രയാസങ്ങൾ അല്ലേ, ഈ മെൻ്റൽ അഗണി പോയറ്റിനുണ്ടാവണ ഈ മെൻ്റൽ അഗണി റീഡറിനും കൂടി ഉണ്ടാക്കണ ഈ പ്രോസസ്സാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ. എ ഗ്രേറ്റ് വർക്ക് ഓഫ് ആർട്ട് അക്കോർഡിംഗ് ടു എലിയട്ട് ഈസ് എ സെറ്റ് ഓഫ് കൺസെപ്ച്വൽ സിംബൽസ് ഓർ കോറിലേറ്റീവ്സ് വിച്ച് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്രസ് ദ ഇമോഷൻസ് ഓഫ് ദി പോയറ്റ്. അതാണ് പിന്നെന്താണ് എലിയട്ടിൻ്റെ അഭിപ്രായത്തിലുള്ള സെറ്റ് ഓഫ് കൺസെപ്ച്വൽ സിംബൽസ്, എ സെറ്റ് ഓഫ് സിംബലുകൾ അല്ലെങ്കിൽ കോറിലേറ്റീവ്സ് എന്തും ആവാം, വേർഡ്സ് ആവാം, സിറ്റുവേഷൻ ആവാം, ചെയിൻ ഓഫ് ഈവൻസ് ആവാം, വിച്ച് ഷാൾ ബി ദ ഫോർമുല ഓഫ് എ പെർട്ടിക്കുലർ ഇമോഷൻ. അതൊരു പെർട്ടിക്കുലർ ഇമോഷൻ ഉണ്ടാക്കാൻ കാരണമാണ്. ഈ സെയിം ഇമോഷൻ ഓൾസോ ഹാവ് ടു ദ റീഡേഴ്സിനും ഉണ്ടാക്കുക, വിച്ച് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്രസ് ദ ഇമോഷൻസ് ഓഫ് ദി പോയറ്റ്. ഇത് ഈ ഒരു സെയിം ഇമോഷൻ റീഡേഴ്സിനും കൂടി ഉണ്ടാക്കുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആംബിഗിറ്റി. നിങ്ങൾക്കറിയാം ആംബിഗിറ്റി, പ്ലൂരിസിഗ്നേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീനിങ് ആണ് ആംബിഗിറ്റി. ഇത് നിങ്ങൾ ന്യൂ ക്രിറ്റിസിസത്തിൽ പഠിച്ചിട്ടുണ്ട്. ന്യൂ ക്രിറ്റിസിസം, ഡു യു റിമെമ്പർ ദാറ്റ്? ന്യൂ ക്രിറ്റിസിസം, ദിസ് ഈസ് ദ ക്ലോസ് റീഡിങ് ഓഫ് ദി ടെക്സ്റ്റ് അല്ലേ, ക്ലോസ് റീഡിങ് ഓഫ് ദി ടെക്സ്റ്റ്. ടെക്സ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മളൊരു വർക്ക് പഠിക്കുന്നുണ്ട്, റൊണാൾഡ് ബ്രാത്തസിൻ്റെ എന്താണ് ഡെത്ത് ഓഫ് ദി ഓതർ മരിക്കണതിനോട്, ഒരു ബുക്ക് ഉണ്ടായി കഴിയണോടോടുകൂടി ഓതർ മരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ആ ബുക്കിന് വേണ്ട രീതിയിൽ ജീവിച്ചിരിക്കണോലാണ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീനിങ് കൊടുക്കുക, മനസ്സിലായോ? ഇതാണ് ന്യൂ ക്രിറ്റിസിസം. അവർ വിശ്വസിക്കുന്നത് വർക്ക് ഓഫ് ലിറ്ററേച്ചർ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റ് വിച്ച് നീഡ് നോ റെഫറൻസ് ഇൻ ടേംസ് ഓഫ് ദി ഓതർ, ഹിസ് ടൈംസ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഓതറിൻ്റെ ബയോഗ്രഫിക്കോ ഓതറിൻ്റെ കാലഘട്ടത്തിനോ ഓതറിൻ്റെ കൾച്ചറിനോ സോഷ്യൽ കോണ്ടെക്സ്റ്റിനോ ഒന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. ന്യൂ ക്രിറ്റിക്സ് വിശ്വസിക്കുന്നത് ഒരു വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റ് അല്ലേ. ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റ് ആണ് എന്നുള്ളതാണ് ന്യൂ ക്രിറ്റിക്സിൻ്റെ വാദം. ഓക്കെ, പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, അതിൽ തന്നെയാണ് ആംബിഗിറ്റി വരുന്നത്. മൾട്ടിപ്പിൾ മീനിങ് എന്ന് പറഞ്ഞൊരു സംഭവം അതിൽ വരുന്നുണ്ട്. പ്ലൂരിഫിഗ്നേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീനിങ് ആണ്. ഒരിക്കലും ഇതെന്തല്ല, ആംബിഗിറ്റി ഈസ് നോട്ട് എ ഫിഗർ ഓഫ് സ്പീച്ച് ഓർ ഡിവൈസ് ടു ബി കോൺഷ്യസ്ലി എംപ്ലോയിഡ് ഇൻ ദ പോയം. ആംബിഗിറ്റി ഈസ് എ കോമൺ ഫീച്ചർ ഓഫ് ലാംഗ്വേജ് വിച്ച് ഈസ് ഓഫൺ ഓവർലുക്ക്ഡ്. പോയട്രി ഈസ് മോർ ആംബിഗസ് ദാൻ പ്രോസ് ബൈ നേച്ചർ. കാരണം പോയട്രി മോർ ആംബിഗസ് ആവാൻ കാരണം എന്താണ്? പോയട്രിയിൽ ഇന്നർ മീനിങ്സുകൾ ഉണ്ടാവും. അതുകൊണ്ട് പോയട്രി മോർ ആംബിഗസ് ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ആംബിഗിറ്റിനെ കുറിച്ചിട്ട്. ടു ഓർ മോർ ആൾട്ടർനേറ്റീവ് മീനിങ് ആർ റിസോൾവ്ഡ് ഇൻ ടു വൺ. ഓക്കെ, ടു ഓർ മോർ ആൾട്ടർനേറ്റീവ് മീനിങ് ആർ റിസോൾവ്ഡ് ഇൻ ടു വൺ. 1-2 മീനിങ്ങുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 2 അൺകണക്റ്റഡ് മീനിങ് ഉണ്ടാവും. ഇതൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ വെൻ എ റൈറ്റർ ഡിസ്കവേഴ്സ് ഹിസ് ഐഡിയ വൈൽ ആക്ച്വലി റൈറ്റിംഗ്. ഇൻ അതർ വേർഡ്സ്, ഹി ഹാസ് നോട്ട് അപ്പാരൻ്റ്ലി പ്രീ കൺസീവ്ഡ് ദ ഐഡിയ ബട്ട് കം അപ്പോൺ ഡ്യൂറിങ് ദ ആക്ട് ഓഫ് ക്രിയേഷൻ. റൈറ്ററിന് അത് എഴുതുന്ന സമയത്ത് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം ജനങ്ങളിലേക്കും റീഡേഴ്സിലേക്കും എത്തിക്കുക, എന്നിട്ട് അതിലൂടെ വേറെ അർത്ഥം കാണുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. In the last part was negative capability. Negative capability is a critical term which was first used by the romantic poet John Keats in 1870 to designate the capacity of the greatest writers to pursue a vision of artistic beauty even when it leads them into intellectual uncertainty. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി. ഇതൊരു ക്രിട്ടിക്കൽ ടേമാണ്. ഇത് ഫസ്റ്റ് ഉപയോഗിച്ചത് റൊമാൻറ്റിക് പോയറ്റായ ജോൺ കീറ്റ്സ് ആണ് 1870. അദ്ദേഹത്തിൻ്റെ അനിയൻ എഴുതിയൊരു ലെറ്ററിലാണ് കേട്ടോ ഈ ടേം ഫസ്റ്റ് ഉപയോഗിച്ചത്. ടു ഡെസിഗ്നേറ്റ് ദ കപ്പാസിറ്റി ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടേം? വലിയ റൈറ്റേഴ്സിൻ്റെ കപ്പാസിറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടു പെർസ്യൂ എ വിഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി.
ഈവൻ വെൻ ഇറ്റ് ലീഡ്സ് ദം ഇൻ ടു ഇൻ്റലക്ച്വൽ അൺസർട്ടനിറ്റി. ഒരു ആർട്ടിസ്റ്റിക് ബ്യൂട്ടി യുടെ കൂടെ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയിൽ തുടരാനുള്ള കഴിവ്. കാരണം ഇപ്പോൾ ഞാൻ പറയാം സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒക്കെ എഴുതണമെങ്കിൽ റൈറ്റേഴ്സിന് ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡ്രാഗൺ എയറിൽ ഫ്ലോട്ട് ചെയ്യുക, എയറിലൂടെ ഒരു കത്തി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ എയറിലൂടെ നമ്മൾ ഫ്ലോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അതുപോലുള്ള വേറെ അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കണമെങ്കിൽ എഴുത്തുകാരന് ഒരു കഴിവ് വേണം അല്ലേ? എഴുത്തുകാരന് അതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കഴിവ്, അതിനെയാണ് ശരിക്കും നെഗറ്റീവിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. നെഗറ്റീവ് തോട്ടല്ല കേട്ടോ. നമ്മളിപ്പോൾ സത്യത്തെ മാത്രം മുറുകെ പിടിച്ചാൽ പോയട്രി എഴുതാൻ കഴിയില്ല. ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു പെർസ്യൂ എ വിഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ ഈവൻ വെൻ ഇറ്റ് ലീഡ് ഇൻ ടു ദ ഇൻ്റലക്ച്വൽ അൺസർട്ടനിറ്റി, ബുദ്ധിപരമായിട്ട് അത് ചേരാത്തതാണെങ്കിലും ഓപ്പോസിറ്റ് ടു എ പ്രിഫറൻസ് ഓഫ് ഫിലോസഫിക്കൽ സെർട്ടനിറ്റി ഓവർ ആർട്ടിസ്റ്റിക് ബ്യൂട്ടി. നമുക്ക് ഫിലോസഫിക്കലായിട്ടൊന്നും അത് ശരിയാണ് തോന്നൂല, പക്ഷെ അൺസർട്ടനിറ്റിയിൽ സംഭവിക്കാത്ത കാര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള, ബുദ്ധിക്ക് നിലക്കാത്ത കാര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള പോയറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സിൻ്റെ കപ്പാസിറ്റിക്കാണ് എന്ത് പറയണത്? നെഗറ്റീവ് കാപ്പബിലിറ്റി. Negative capability in his own words is when a man is capable of being uncertainties, miseries, doubt without any irritable reaching after fact and reason. Okay. ഒരു പോയറ്റിൻ്റെ, ഇവിടെ മാൻ എന്ന് ഉദ്ദേശിച്ചത് പോയറ്റിനെയാണ് കേട്ടോ. എ മാൻ ഈസ് ക്യാപ്പബിൾ ഓഫ് ബീയിങ് അൺസർട്ടനിറ്റീസ്. ഒരാൾക്ക് പോയറ്റിന് സാധ്യമല്ലാത്തതിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി, കപ്പാസിറ്റി. മിസറീസിൽ ഡൗട്ട്, സംശയം തോന്നുന്ന കാര്യമായാലും, ഇപ്പോൾ വിച്ചസ് വരുന്നതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജൂലിയസ് സീസറിൽ, അതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് ഇങ്ങനെ ആ കഥ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. എന്നിട്ട് ആ കഥ കളവും മിഥ്യകളും ഗോസ്റ്റും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫാക്റ്റും റീസണിലേക്കും ആ കഥനെ എത്തിക്കുക, ഒരു ഇറിറ്റേഷനും ഇല്ലാതെ, വിത്തൗട്ട് എനി ഇറിറ്റബിൾ റീച്ചിങ്, ഒരു ഇറിറ്റേഷനും ഇല്ലാതെ ഫാക്റ്റും റീസണിലും എത്തുന്നവരെ അൺസർട്ടനിറ്റിയിലും മിസറീസിലും പിടിച്ചു നിൽക്കാനുള്ള പോയറ്റിൻ്റെ കഴിവിനെയാണ് നെഗറ്റീവ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. കീറ്റ്സ് also criticizes the ideological determinism of the earlier romantic poets Coleridge in personal letter. കീറ്റ്സ് ക്രിറ്റിസൈസ് ചെയ്തു ഐഡിയോളജിക്കൽ ഡിറ്റർമിനിസം, റൊമാൻറ്റിക് പോയറ്റ്സുകളായ കോൾറിഡ്ജിൻ്റെ ഒക്കെ ഐഡിയോളജികളെ കീറ്റ്സ് ക്രിറ്റിസൈസ് ചെയ്തു. കീറ്റ്സ് പ്രൈസസ് ഷേക്സ്പിയർ ഫോർ, അതാണ് എന്താ വെച്ചാൽ ഐഡിയോളജികളൊക്കെയാണ് ശരിക്കും ചിലർക്ക് ഐഡിയോളജി ഉണ്ടാവും, അതിനൊന്നും കീറ്റ്സ് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പ്രൈസ് ചെയ്യാണ് ആരെ? ഷേക്സ്പിയറിനെ. ഷേക്സ്പിയർ എഴുതിയത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ എലമെൻസാണ്. മാക്ബത്ത് ആയാലും ജൂലിയസ് സീസർ ആയാലും, പിന്നെ നമ്മുടെ ഏതോ ഒരു കഥയിലുണ്ട്, ഏതിലാണെന്ന് കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല, 2 പെൺകുട്ടികളെ കാട്ടിൽ കൊണ്ടുപോയിട്ട് കൈയൊക്കെ മുറിച്ചിട്ട് നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കോലുകൾ കുത്തി വെച്ചിട്ടൊക്കെ കാട്ടിലിട്ട് ഉപേക്ഷിച്ച് പോണതും അവിടുന്ന് റേപ്പ് ചെയ്യണതൊക്കെ ആയിട്ടുള്ള സീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള ഷേക്സ്പിയറിൻ്റെ കഴിവിനും കൂടിയാണ് ഇദ്ദേഹം ഷേക്സ്പിയറിന് എക്സ്പെഷ്യലി ഷേക്സ്പിയർ എന്ന് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ നെഗറ്റീവ് കാപ്പബിലിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത്. ഷേക്സ്പിയർ ഫോർ പെർസ്യൂയിങ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി, ഫോർ നോട്ട് ടേക്കിംഗ് refuge in എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫിലോസഫിക് ട്രൂത്ത്. കണ്ടോ, ഫിലോസഫിക് ട്രൂത്തിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കാതെ അൺസർട്ടനിറ്റിയിൽ പിടിച്ചു നിൽക്കാനുള്ളത് പെർസ്യൂയിങ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി ആൻഡ് നോട്ട് ടേക്കിംഗ് റെഫ്യൂജി. അതാണ് ഒരിക്കലും ഫിലോസഫിയിൽ റെഫ്യൂജി കണ്ടെത്താതെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഷേക്സ്പിയറിൻ്റെ കഴിവിന്. സെർച്ചിങ് ഫോർ എ സൊല്യൂഷൻ ടു ദ മിസറി ഓഫ് ദി വേൾഡ് ഓഫ് നേച്ചർ ഈസ് നോട്ട് എ ബിസിനസ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കീറ്റ്സ് പറയുന്നത് മിസറിക്ക് ഒരു സൊല്യൂഷൻ, വേൾഡ് ഓഫ് നേച്ചറിനൊരു സൊല്യൂഷൻ കാണാന്നുള്ളതല്ല ബിസിനസ് പോയട്രിൻ്റെ. ദസ് ഹി റെഫ്യൂട്ട് ദ നേച്ചർ ഓഫ് ഫിലോസഫി ഓഫ് വേർഡ്സ്വർത്ത് ആസ് വെൽ. അദ്ദേഹം വേർഡ്സ്വർത്തിൻ്റെ ഫിലോസഫിനെ റെഫ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, എതിർക്കുകയാണ് ചെയ്യുന്നത്. ഹി സേസ് ദാറ്റ് പോയട്രി ഷുഡ് നോട്ട് ഹാവ് എ പെർസെപ്റ്റിബിൾ ഓർ ടാഞ്ചിബിൾ ഡിസൈൻ ഫോർ ദ റീഡർ. അദ്ദേഹം പറയുന്നുണ്ട് പോയട്രിക്ക് ഒരു പെർസെപ്റ്റിബിളോ അല്ലെങ്കിൽ ഒരു ഡിസൈനൊന്നുമില്ല, റീഡർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ് ആൻ ഓതർ വിത്ത് നെഗറ്റീവ് capability will exercise objectively.
ഓതർ എന്ത് ചെയ്യും, നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ഒബ്ജക്റ്റീവ്ലി എക്സർസൈസ് ചെയ്യും. യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ പോയട്രി. യൂണിവേഴ്സലായിട്ട് ജനറലൈസ് ചെയ്തിട്ടുള്ള ഔട്ട്ലുക്കുകൾ അതിലൂടെ എക്സ്പ്രസ് ചെയ്യും. ഡിറ്റാച്ച് അകന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും. കാരണം പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഡിറ്റാച്ച്ഡ് എന്നുള്ളതിനോട്. കീറ്റ്സ് നെവർ റിപ്പീറ്റഡ് ദ ടേം സിൻസ് നെവർത്തിലെസ് ഇറ്റ് ഹാസ് സിൻസ് ബീൻ യൂസ്ഡ് ബൈ ദ പോയറ്റ് ആൻഡ് ഫിലോസഫേഴ്സ് ടു ഡിസ്ക്രൈബ് ദ എബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇതാണ് ആക്ച്വലി ഒരു ഡെഫിനിഷനും കൂടി പറയാണ്. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ പോയറ്റും ഫിലോസഫേഴ്സും ടു ഡിസ്ക്രൈബ് ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി എന്തിനുള്ള, ടു പെർസീവ്, തിങ്ക് ആൻഡ് ഓപ്പറേറ്റ് ബിയോണ്ട്, അതുക്കും മേലെ ചിന്തിക്കാനുള്ള ഒരു പോയറ്റിൻ്റെ, ഓപ്പറേറ്റ് ബിയോണ്ട് പറഞ്ഞാൽ എന്താ, വേൾഡിൻ്റെയും ബിയോണ്ട് വേൾഡ് ചിന്തിക്കാനുള്ള പോയറ്റിൻ്റെയോ ഫിലോസഫറിൻ്റെയോ കഴിവിനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ഈസ് ദ ടേം യൂസ്ഡ് ബൈ ദ പോയറ്റ് ആൻഡ് ഫിലോസഫേഴ്സ് ടു ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ എബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി, ടു പെർസീവ് സ്വീകരിക്കാനുള്ള, തിങ്ക് ചെയ്യാനുള്ള, ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ദ സെറ്റ് ഓഫ് presumptions of predetermined precepts and capacity of the human mind. ഇത് ആദ്യമുള്ള പോയറ്റിൻ്റെ പ്രീഡിറ്റർമിനൻ്റ് കപ്പാസിറ്റിയാണ് ഇത്. എന്താ, നെഗേറ്റ് സെൽഫ്, സ്വന്തത്തെ മറന്നിട്ട്, അങ്ങനെയൊരു മീനിങ് ഉണ്ട് കേട്ടോ. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി പറഞ്ഞാൽ നെഗേറ്റ് സെൽഫ് എന്നുള്ള മീനിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു കോൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നെഗറ്റീവ് ക്യാപ്പബിലിറ്റി വെൻ എ മാൻ ഈസ്, അതാണ് അതിൻ്റെ കറക്റ്റ് ജസ്റ്റ് ആൻസർ. വെൻ എ മാൻ ഈസ് ക്യാപ്പബിൾ ഓഫ് ബീയിങ് ഇൻ അൺസർട്ടൈനിറ്റീസ്, മിസറീസ്, ഡൗട്ട് വിത്തൗട്ട് എനി ഇറിറ്റബിൾ റീച്ചിങ് ആഫ്റ്റർ ഫാക്ട് ആൻഡ് റീസൺ. ഈ ഒരു പോയറ്റിൻ്റെ ഇതിൽ നിലനിൽക്കാനുള്ള കഴിവിനെയാണ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുക. ഇത് ഉപയോഗിച്ചത് ജോൺ കീറ്റ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെസിഗ്നേറ്റ് ദ കപ്പാസിറ്റി ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ടു ട്രേസ് ദ വിഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി ഈവൻ വെൻ ഇറ്റ് ലീഡ്സ് ദം ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ. ഇൻ്റലക്ച്വൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, ഇൻ്റലക്ച്വൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയിൽ പിടിച്ചു നിൽക്കാനുള്ള പോയറ്റിൻ്റെ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് എക്സ്പെഷ്യലി ഷേക്സ്പിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദ കപ്പാസിറ്റി ഓഫ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി, ഫസ്റ്റിന് ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്നാൽ ആ വേർഡിൽ നിന്ന് തന്നെ ആരംഭിക്കുക. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി ഈസ് ദ കപ്പാസിറ്റി ഓഫ് ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് എസ്പെഷ്യലി ഷേക്സ്പിയർ to pursue a vision of artistic beauty even when it leads them intellectual confusion. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത സെൻറ്റൻസ് പറയാം. മാൻ ഈസ് ക്യാപ്പബിൾ ഓഫ് ബീയിങ് അൺസർട്ടനിറ്റി. മനുഷ്യൻ്റെ കഴിവ് അൺസർട്ടനിറ്റി നിലനിൽക്കാൻ, മിസറിയിൽ ഡൗട്ടൊക്കെ ഉണ്ടായാലും അതിൽ നിലനിന്നുകൊണ്ട് ആ കവിത പ്ലേ കംപ്ലീറ്റ് ആക്കുക. മാറ്റർ ഓഫ് ഫാക്ട് ആൻഡ് റീസൺ അത് എത്തുന്നത് വരെ ഈ ഒരു കഴിവിനെയാണ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. Now I stop here. Thank you.